ക്ലബിന്റെ ആരാധനായ പ്രസിഡന്റ് കരകപ്പൻ, ഡിസ്ട്രിക്റ്റിന്റെ LCA കോർഡിനേറ്ററായി നിയമിതനായിരിക്കുന്ന PC ചാക്കോ, റീജിയൻ 3 സോൺ ചെയർപേഴ്സൺ ജിജോ ഫ്രാൻസിസ്, ജോയ്, ക്ലബിന്റെ സെക്രട്ടറി ഡോക്ടർ സോമൻ, ട്രഷറർ CP തോമസ്, ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് സെക്രട്ടറി, ഇത് ഏറ്റവും പ്രിയപ്പെട്ട സീതത്തോട് ലയൺസ് ക്ലബിന്റെ സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന്, 2013 സീതത്തോട് ലയൺസ് ക്ലബ്ബ് രൂപീകൃതമാകുന്നത്. ഞാനിപ്പോഴും വളരെ വ്യക്തമായി ഓർക്കുന്ന ഒരു മഴയുള്ള ദിവസം, നമ്മുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജോയ് തോമസിനോടൊപ്പം ഞാനും നിങ്ങളുടെ ആദ്യത്തെ ഓർഗനൈസിംഗ് മീറ്റിംഗിൽ പങ്കെടുത്ത ആ ചിത്രമൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. തോമസ് സാറിന്റെ ആ ഒരു അനുവാദം കിട്ടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം അദ്ദേഹം നോ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് നമ്മുടെ ഇൻസ്റ്റലേഷൻ സെറമണി ഇവിടെ വെച്ച് നിൽക്കുകയാണ്. കാരണം അദ്ദേഹം അനുവാദം തന്നതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റലേഷൻ സെറമണി ആരംഭിക്കുകയാണ്. ഇതൊരു ശരിക്കും 13 വർഷമായി നിങ്ങൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന വാചകങ്ങളും കസത്തുകളും ഒക്കെയാണ് ഇവിടെ ഇനിയും നടക്കാൻ പോകുന്നത്. കാര്യം ഒരു മാറ്റം കൊണ്ടുപോയൊക്കെ ഇല്ല. അപ്പോൾ ഈ വർഷം 2022-23 വർഷം തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. സജീവൻ കേരൽ, സുജ സഞ്ജയൻ, തോമസ്, സജീവ് കുമാർ PS, ഉള്ളവരൊന്ന് വിശ്വസിക്കാമോ? നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഓഫീസ് പദവി ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഈ ലയൺസ് ക്ലബിന്റെ നട്ടല്ല എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സാണ്. ബാക്കിയുള്ളവരൊക്കെ ഓഫീസുള്ള ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും നിങ്ങൾ സ്വതന്ത്ര ചുമതലയുള്ള ബോർഡ് മെമ്പർമാരാണ്. അപ്പോൾ സ്വതന്ത്ര ചുമതല ഉണ്ടായതുകൊണ്ട് പ്രസിഡന്റ് ഏത് സമയത്തും നിങ്ങൾ ഏത് ദൗത്യം ഏൽപ്പിക്കും. അതുകൂടാതെ ക്ലബിന്റെ പോളിസി മാറ്റേഴ്സ്, ക്ലബ് 10 വർഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത് 3ാമത്തെ വർഷം പ്രസിഡന്റ് ആകുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സാധനം തന്നെയാണ്. ഏതായാലും ആ മനസ്സ് കാണിച്ചതിന് ഞാൻ അങ്ങേക്ക് പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രവർത്തിച്ചതുപോലെ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളാണ് ഈ 2022-23 വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങൾക്കൊരു വളരെ പ്രാഥമികമായ ഉത്തരവാദിത്തമുണ്ട്. ഈ ഡയറക്ടർ ബോർഡ് ചില തീരുമാനങ്ങൾ എടുക്കും. എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർ ഡയറക്ടർ ബോർഡ് ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അംഗീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ജനറൽ ബോഡിക്കുള്ളത്. ഇവിടെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും നിങ്ങൾ പരിപൂർണമായ പിന്തുണ കൊടുക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. താങ്ക് യു. ഇത് കഴിവച്ചുള്ള ഒരു വളരെ ഭാരം കുറഞ്ഞ ഒരു ഭാഗമാണ്. വളരെ ഭാരം കുറഞ്ഞതാണ്. പക്ഷെ ഇതിന്റെ ബലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത് സീതത്തോട് ലയൺസ് ക്ലബിലെ മുഴുവൻ അംഗങ്ങളുടെയും സ്നേഹത്തിന്റെ പ്രതീകമാണ്. അതോടൊപ്പം ക്ലബ് അംഗങ്ങൾക്ക് പ്രസിഡന്റിനുള്ള വിശ്വാസത്തിന്റെ പ്രതീകവും കൂടിയാണിത്. ക്ലബ് പ്രസിഡന്റിന്റെ അധികാര ചിഹ്നമായ ഈ ഗാവൽ ഞാൻ അങ്ങേ ഇപ്പോൾ ഏൽപ്പിക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധയോടും വിവേകത്തോടും ആണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാതെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും 2022-23 വർഷത്തെ
ലയൺസ് സീതത്തോട് ലയൺസ് ക്ലബിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കനകപ്പന്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റോൾ ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് കുറച്ചു നേരം സംസാരിക്കുന്നതിന് നൽകിയ ഈ വലിയ അവസരത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. എന്റെ ഹോപ്പളമായ അടൂർ ലയൺസ് ക്ലബിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നല്ലൊരു ഡൈനസ്റ്റിക് ഇയറായി തീരട്ടെ ഈ 2022-2023 പ്രവർത്തിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി. എല്ലാവരും കൂടി ചേർന്ന് ഏതാണ്ട് 80-നടുത്ത് മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ സാറൊക്കെ അത്ഭുതപ്പെട്ടു പോയി, ഇത്രയും പേര് ഇത്രയും ലയൺസ് സീതത്തോടിലും അന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഈ 80 പേരെ അന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ശരിക്കും നമ്മളുടെ രക്ഷാധികാരിയെന്നോ ഏത് ഉന്നതമായ പദവി കോടിവാലിക്ക് കൊടുക്കാമോ ആ പദവി കൊടുത്ത് നമ്മൾ ആദരിക്കേണ്ടത് നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടറി പോയി എപ്പോഴും കോടിവാലിയുടെ നേതൃത്വമായി നിൽക്കുന്ന ഡോക്ടർ സോമൻ കാർത്തിയാണ്. അദ്ദേഹത്തെ പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പായി ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഈ മഹാപ്രസ്ഥാനത്തിൽ അംഗമാകുവാൻ പ്രേരിപ്പിക്കുകയും അതിനെപ്പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്ത ആ മഹത്വ ചിത്രത്തിന് ഞാൻ എൻ്റെ പേരിലും ക്ലബിന്റെ പേരിലും ആദ്യമായി അഭിനന്ദനം പറയുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ കെ വി സോമൻ സർ, എപ്പോ ന്യൂസ് അടയ്ക്കണമെങ്കിലും ഉടനെ എന്നെ വിളിക്കും. ഇത് സാറേ എന്തായി ഏതെല്ലാം പറയുന്ന സമയത്ത് അന്നേരം വ്യൂസ് അടയ്ക്കുന്ന. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരള സ്റ്റേറ്റിന്റെ SSLCയുടെ റിസൾട്ട് വരികയുണ്ടായി. അപ്പൊ നമ്മുടെ ക്ലബിൽ നിന്ന് നമ്മുടെ ക്ലബ് മെമ്പറിന്റെ ഒരു കുട്ടി ഉള്ളായിരുന്നു നമുക്കിവിടെ SSLC എഴുതിയത് ഞങ്ങളുടെ ക്ലബിന്റെ മെമ്പറിൽ നിന്നാണ്. ലയൺ വിനോദ് NKയുടെ മകൾ കുമാരി വൈഷ്ണവി ബി എല്ലാ വിഷയത്തിനും ഫുൾ A+ വാങ്ങിക്കൊണ്ട് ആനമൊഴി സ്കൂളിന്റെ അഭിമാന താരമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലയൺസ് ക്ലബിന്റെ വൈഷ്ണവിയെ ആദരിച്ച് മെമ്മന്റോ നൽകുന്നതിനായിട്ട് LCS കോർഡിനേറ്റർ ശ്രീമണി ബി PC ചാക്കോ സാറിനെ സാധനം ക്ഷണിച്ചോളൂ. Thank you.